മമ്മൂട്ടി നമുക്കെല്ലാവർക്കും ഏറെ അഭിമാനമുള്ളൊരു നടനാണ് അല്ലേ. അപ്പോൾ മമ്മൂട്ടി ഇന്നലെ വയനാട് ചെന്നപ്പോൾ ചെയ്തത് മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തന്നെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കരുത് എന്നാണ് അയാൾ കരുതിയിട്ടുള്ളത്. താങ്കൾ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണോ എന്ന് കരുതുമ്പോൾ അത് ആ പാർട്ടിക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകളെ കൊണ്ട് അതായത് അങ്ങനെ മുതലെടുപ്പാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല മേഖലയിലും. ആ പറയപ്പെട്ട ആളോട് അത് വളരെ സ്വകാര്യമായിട്ട് പറയാമായിരുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റും. എൻ്റെ സംസാരം ഇതിനെ കുറിച്ചിട്ടല്ല കേട്ടോ. ഒരു 2 ദിവസം മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ ആ നാടിന് വേണ്ടി ഓടി നടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, ടി.എ. സിദ്ദീഖ്. അദ്ദേഹത്തെ അവഹേളിച്ചപ്പോൾ ഇപ്പോൾ ഈ കമന്റ് ഇടുന്നവരും ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ ക്രൂശിക്കപ്പെടുന്ന ഈ സഖാക്കന്മാരായിട്ടുള്ള ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല. അന്ന് വയനാട് നിന്ന് ഒരു മെമ്പർ, അതൊരു റിയൽ സഖാവ്, ഹാറ്റ്സ് ഓഫ് യു ബ്രോ, അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു പ്രവണത വന്നത് ആ മെമ്പറോ അതല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെ എന്തോ തോന്നുന്നു, LDFന്റെ വ്യക്തമായ ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായത് നല്ലൊരു പരിപാടിന്റെ മാന്യത കളഞ്ഞു എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് യു ബ്രോ. ഇപ്പോ ഇവിടെ വന്ന് കുരക്കുന്ന കുറേ ആളുകൾ അത് കണ്ടില്ല. അയാൾ മനുഷ്യനാണ്. സിദ്ദീഖ് UDFന്റെ MLA ആണല്ല. ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണെങ്കിലും ശരി, സിദ്ദീഖ് ആണെങ്കിലും ശരി, ഇവിടുത്തെ ജനങ്ങളുടെ MLA മന്ത്രിയൊക്കെ തന്നെയാണ്. അന്ന് കാണാത്ത സങ്കടങ്ങളും കരച്ചിലുകളൊക്കെയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. ആളുകൾക്ക് ചിന്തിക്കാൻ വേറൊന്നും വേണ്ടല്ലോ.